പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. എന്തായിടോ തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അന്വേഷിച്ചില്ലേ? എടോ, ആ രഘുവിന്റെ കുടുംബത്തെ പറ്റി എന്തെങ്കിലും കാര്യം തന്നോട് അന്വേഷിച്ച് ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞതല്ലേ? ആ രഘുവിനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോ? ഇതൊരു ഉത്തരവാദിത്തമില്ല. താനൊക്കെ എന്ത് കാണിക്കറോ? ആ ശരി ശരി, എന്തെങ്കിലും വിവരം കിട്ടിയാ അറിയിക്കേ. എന്തൊക്കെ കാണണം എന്ന് പറഞ്ഞേ? ചായ. ഇതെന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? ചായയോ? കണ്ടിട്ട് മനസ്സിലായില്ലേ ചായയാന്ന്? ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെയാ കംപ്ലീറ്റ് പണി സുധ ചെയ്യണേ. ആ, എല്ലാ അഞ്ജുവിന്റെ ഐശ്വര്യം. ചില വീടിന്റെ ഫ്രണ്ടിലൊക്കെ കാണൂലേ, അയ്യപ്പന് ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കണം. അതുപോലെ നമുക്കും ചെയ്യാം. അഞ്ജു ഈ വീടിന്റെ ഐശ്വര്യം. പിന്നെ ഇങ്ങോട്ട് വാ വെക്കാനായിട്ട്. എനിക്കൊരു ചായ കിട്ടോ ചേച്ചി? താൻ കളിയാക്കിക്കോ. ആ മാളൂനെ ഓരോന്ന് പറഞ്ഞു തിരിച്ച് തന്റെ സൈഡിൽ നിർത്തിയ ഷോ അല്ലേടോ താനീ കാണിച്ചു കൂട്ടുന്നത്? അതെ, അത് തന്നെയാണ്. നിങ്ങളുടെ കൂട്ടുകാരിയുടെ ഏറ്റവും വലിയ ബലമായിരുന്നു അവളുടെ പിള്ളേര്. അപ്പൊ അത് പോയില്ലേ? ഈ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളല്ലാതെ ചിരിച്ച മുഖത്തോടെ നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ ഈ അടുത്തെങ്ങാനും? അതിന്റെ അർത്ഥം എന്താ? അവള് മാനസികമായി തളർന്നിരിക്കുകയാണ്. എന്തായാലും ആ ഭീകര രഹസ്യം അവള് മാളുവിനോട് പറയാൻ പോകുന്നില്ല. അത് പറയാതെ മാളു അവളോട് സംസാരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മാളു എൻ്റെ കൂടെ നിൽക്കും. ഇനി കുറച്ച് ദിവസം കൂടി മാളു എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാല് നിങ്ങൾ ഇടയ്ക്ക് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ബ്രെയിൻ വാഷ് ചെയ്ത് ജീവിതകാലം മൊത്തം ഞാൻ അവളെൻ്റെ കൂടെ നിർത്തും. ഇതൊക്കെ എൻ്റെ പ്ലാനാണ്. ഞാൻ നടത്തിയെടുക്കും. മോഹന, തന്റെ കോൺഫിഡൻസ് നല്ലതാ. പക്ഷെ മാളുവേ തന്റെ കള്ളത്തരം എല്ലാം കണ്ടുപിടിക്കുന്ന ഒരു ദിവസം വരും. അന്ന് താൻ ആവണിയോട് ചെയ്തതിനല്ല അവള് തന്നെ കണക്ക് പറഞ്ഞു തിരിച്ചു തരും. കണ്ടോ? നമുക്ക് കാണാം. വക്കീലേ, എന്റെ ഭർത്താവായോണ്ട് പറയുക കേട്ടോ, ഒരു ഭാര്യമാർക്കും ഭർത്താക്കന്മാരെ തോറ്റു കാണാൻ താല്പര്യം ഉണ്ടാവില്ല. പുച്ഛിക്കണ്ട. ഇങ്ങേര് ടെറസിൽ എന്തെടുക്കുമായിരുന്നു പറഞ്ഞോ? വക്കീലേ ഒന്ന് ചോദിക്കേ. ഇങ്ങേര് വക്കീലിന്റെ അടുത്ത് കള്ളത്തരമായി പറയുന്ന മൊത്തം. ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുമെങ്കിൽ കേക്ക്. ചോദിച്ച് മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഈ കേസ് വേണോ വേണ്ടേ എന്നെങ്കിലും ഒന്ന് ആലോചിക്കാം കേട്ടോ. സുധേ, ഇതൊന്ന് ചൂടായി കൊണ്ടുവരും. ചൂടാറിപ്പോയി. മോനെ, അഞ്ജുനെ വിളിച്ച.